എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയെ കുറിച്ചിട്ട് ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ ആക്റ്റീവ് ആണ്. നിങ്ങളുടെ ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അപ്ലൈ ചെയ്യുക. ആൻഡ് നമുക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇത് ഓരോ ജില്ലകളിലേക്കുള്ള ഡിഫറെൻറ്റ് കട്ട് ഓഫ് മാർക്സ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് എപ്പോഴും നമുക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓരോ ജില്ലയിൽ കോമ്പറ്റീഷൻ അടിസ്ഥാനമാക്കിയിട്ട് PSCക്ക് അതിൻ്റെ കാഠിന്യം ബേസ് ചെയ്തിട്ട് അത് കൂട്ടാം, അത് കുറയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമുക്കൊരു 100ൻ്റെ ഉള്ളിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. ഒരു 100ൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പെട്ടാൽ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ജോലിയിൽ ഉറപ്പ് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലേക്കുള്ള കട്ട് ഓഫ് മാർക്കാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ലാസ്റ്റ് ഇയറിൽ നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നതും നിലവിൽ പോയിരിക്കുന്ന അഡ്വൈസുകളും ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് 60.898 ആയിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ 53.19 ആയിരുന്നു. അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 47.6, തൃശ്ശൂർ ജില്ലയിൽ 48.59, പാലക്കാട് 47.16, മലപ്പുറം ജില്ലയിൽ 42.14, കോഴിക്കോട് 57, വയനാട് 48, കണ്ണൂർ 51, അതേ ഏകദേശമാണ് കാസർഗോഡ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്ന ജില്ലകളാണ് നമുക്ക് പറയാൻ പറ്റും ഏതാണ്, തിരുവനന്തപുരം ജില്ല, അതുപോലെ കൊല്ലം ജില്ല, കോഴിക്കോട് ജില്ലയൊക്കെ വരുമ്പോൾ അല്ലേ. അപ്പോൾ ഇപ്പോഴും നമുക്ക് എത്ര മാർക്ക് കിട്ടിയാൽ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും എന്നത് പറയാൻ നമുക്കത് കറക്റ്റായിട്ട് ഇത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്, എപ്പോഴും ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു 60+, ഒരു 65ൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമുക്ക് അവിടെ സേഫ് സ്കോർ എന്ന് പറയാം. പക്ഷേ പരീക്ഷ എളുപ്പമായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് മാത്രമാണ് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഇത്ര ആ ഒരു എക്സാമിൻ്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, അതുപോലെ വേക്കൻസീസ്, ആപ്ലിക്കൻസ് തുടങ്ങിയ വെച്ചിട്ടാണ് നമുക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു 100ൻ്റെ ഉള്ളിൽ ഫോക്കസ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ടത് നമുക്ക് ആ ഒരു നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നെഗറ്റീവ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് നെഗറ്റീവ് കുറച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഇനി നമ്മൾ നോക്കിയാൽ കൊല്ലം ജില്ലയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റ് 26/12 വന്നിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 22 ആയിരുന്നു. 22 അഡ്വൈസ് പോയിട്ടുള്ളത്. അതുപോലെ പത്തനംതിട്ട ജില്ലയിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസും അതുപോലെ ക്യാൻസലേഷനും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇയർലി വിളിക്കുന്നൊരു എക്സാമാണ്, ഫിസിക്കലുണ്ട്. അപ്പോൾ നമ്മൾ എക്സാം ക്രാക്ക് ചെയ്തതിന് ശേഷം ഫിസിക്കൽ നോക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കലും കൂടെ കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഫിസിക്കലും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത് 23/1 ഇനി നോക്കിയാൽ എറണാകുളം ജില്ലയിലും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 35 പോയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 4/7/2025 ഇടുക്കി ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് 75 പോയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയാൽ തൃശ്ശൂർ ജില്ലയിൽ 31 അഡ്വൈസ് പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 14/5/2025 പാലക്കാട് ജില്ലയിലും ടോട്ടൽ അഡ്വൈസ് 36 പോയിട്ടുള്ളത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ 23 അഡ്വൈസ് പോയിട്ടുള്ളത്. ദെൻ വയനാട് ജില്ലയിൽ 19 അഡ്വൈസ് നമുക്കിവിടെ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ കൂടിയിട്ട് നമുക്ക് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് പറയാനായിട്ട് നമുക്ക് ഡെയിലി ഒരു ടൈം ടേബിളോട് കൂടിയിട്ട് ഓരോ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ ഓരോ ടൈം ടേബിളോട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊരു കോഴ്സാണ് നമ്മളുടെ സെല്യൂട്ട്. ഇതിൽ CPO, WCPO, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ, അതുപോലെ തന്നെ നമ്മളുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ എല്ലാത്തിനും കൂടെ കൂടിയിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
സ്പെഷ്യൽ ടോപ്പിക്സ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.